നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. പാസ്പോർട്ടിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ ഇതറിയുക. ഇന്ന് എല്ലാ വീടുകളിൽ നിന്ന് വിദേശ രാജ്യത്ത് പഠനത്തിനോ ജോലിക്കോ ഒക്കെ ആയി പോയിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഉണ്ടാവാം. ഏതായാലും യാത്രകളിൽ അത്യാവശ്യം കൈകളിൽ കരുതേണ്ട പാസ്പോർട്ടിൽ വലിയ മാറ്റങ്ങളാണ് ഈ വർഷം മുതൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം എല്ലാവരിലേക്കും കൈമാറുക. ഔദ്യോഗികമായി ഈ പാസ്പോർട്ട് അഥവാ ഇലക്ട്രോണിക് പാസ്പോർട്ട് ഇന്ത്യ പുറത്തിറക്കുന്നു. സാധാരണ പാസ്പോർട്ടിനെ അപേക്ഷിച്ച് സാങ്കേതികമായി വളരെ ഉയർന്ന ഒരു പതിപ്പാണിത്. ഈ വർഷം തന്നെ, അതായത് 2025 നിങ്ങളുടെ പാസ്പോർട്ടിൽ 5 കാര്യങ്ങളിലാണ് മാറ്റമുണ്ടാകാൻ പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. സാങ്കേതികമായി മികവും സുരക്ഷയും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ. 2025 തന്നെ ഇന്ത്യയിൽ ഈ പാസ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങുമെന്നാണ് വിവരം. നിലവിലുള്ള പാസ്പോർട്ടിന് സമാനമായിരിക്കും കാഴ്ചയിലെങ്കിലും ചിപ്പുകളിൽ ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ കൈവശം വച്ചിരിക്കുന്ന പഴയ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി മുതൽ അനുവദിക്കുന്നത് ഈ പാസ്പോർട്ട് ആയിരിക്കും. സുരക്ഷ വർദ്ധിപ്പിക്കാനും ഐഡന്റിറ്റി പരിശോധന എളുപ്പമാക്കാനും ധാരാളം ഇലക്ട്രോണിക് സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഇപ്പോൾ ഈ പാസ്പോർട്ട് ലഭ്യമാണ്. 2025 അവസാനത്തോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലേക്കും ഈ സേവനം വ്യാപിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇനി എന്താണ് ഈ പാസ്പോർട്ട് എന്ന് നോക്കാം. സാധാരണ കാണുന്ന തരം പാസ്പോർട്ട് ബുക്ക്ലെറ്റിനൊപ്പം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും പിൻ കവറിനുള്ളിൽ ഒരു ആന്റിനയും ഈ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോകളും വിരലടയാളങ്ങളും ഉൾപ്പെടെയുള്ള ഉടമയുടെ വ്യക്തിഗത ബയോമെട്രിക് വിവരങ്ങൾ ഈ ചിപ്പിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ പാസ്പോർട്ട്. ഇതുപ്രകാരം പാസ്പോർട്ടിൽ ബിൽറ്റ് ഇൻ ആന്റിനയും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ഉണ്ടാവും. ഇത് രണ്ടും പാസ്പോർട്ടിന്റെ കവറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവറിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ചിഹ്നമാണ് ഈ പാസ്പോർട്ടിനെയും സാധാരണ പാസ്പോർട്ടിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഈ പാസ്പോർട്ടിലൂടെ കൃത്രിമത്വം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്ന ചിപ്പിൽ കൃത്രിമം നടത്തുകയെന്നതും പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിശ്വാസ്യത കൂടുതൽ ഉയർത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. ഇത് ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കി വേഗത്തിലും വിശ്വസനീയമായ തരത്തിൽ തിരിച്ചറിയൽ പരിശോധന പൂർത്തിയാക്കാനും സഹായിക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ പതിപ്പ് 2.0 പ്രകാരമാണ് ഈ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഈ പാസ്പോർട്ടുകളുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് അറിയാം. ഒന്നാമതായി, മെച്ചപ്പെട്ട സുരക്ഷ ഇത് പ്രദാനം ചെയ്യുന്നു. ഡാറ്റയിൽ കൃത്രിമത്വം, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഈ പാസ്പോർട്ടുകളിൽ ചിപ്പ് പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ (PKI) സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഈ പാസ്പോർട്ടുകളിൽ ഓട്ടോമേറ്റഡ് ഗേറ്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കും. വിമാനത്താവളങ്ങളിലും മറ്റും ക്ലിയറൻസ് വേഗത്തിലാക്കുകയും വ്യക്തിപരമായ പരിശോധനകൾ കുറയ്ക്കുകയും അതുവഴി സമയം ലാഭിക്കാനും കഴിയുന്നു. ഇതിലുള്ള എംബഡഡ് ചിപ്പ് അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് രാജ്യത്തുള്ള പരിശോധകർക്കും പാസ്പോർട്ടിന്റെ ആധികാരികത പരിശോധിക്കുന്നത് എളുപ്പമാക്കുകയും വ്യാജരേഖകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. യാത്രക്കാർക്ക് ഇത് ഉപയോഗപ്രദമാകുന്നത് എങ്ങനെയെന്നും നോക്കാം. ഈ പാസ്പോർട്ട് അച്ചടിച്ചതും ഡിജിറ്റൽ സൈൻ ഉള്ളതിനാലും ഇത് കൂടുതൽ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നതും വ്യാജമായി നിർമ്മിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാകുന്നു. ഈ പാസ്പോർട്ടിനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നും പറയാം. സാധാരണ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്ന പ്രക്രിയയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ പാസ്പോർട്ടിനും അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഫോം പൂരിപ്പിക്കുക, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക, അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിച്ച് അപ്പോയിന്റ്മെന്റ് ദിവസം വ്യക്തിഗതമായി ഹാജരായി ഫോട്ടോ, ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളും നൽകുക. ഈ പാസ്പോർട്ടുകൾ ഇപ്പോൾ എവിടേക്കാണ് നൽകുന്നതെന്ന് പറയാം. നിലവിൽ ജമ്മു, ഗോവ, നാഗ്പൂർ, ഷിംല, ഭുവനേശ്വർ, ഡൽഹി, റാഞ്ചി, സൂററ്റ്, ഹൈദരാബാദ്, ചെന്നൈ, ജയ്പൂർ, അമൃത്സർ, റായ്പൂർ തുടങ്ങിയ നഗരങ്ങളിലെ പ്രാദേശിക പാസ്പോർട്ട് ഓഫീസുകളിലാണ് ഈ പാസ്പോർട്ട് ഇപ്പോൾ നൽകി വരുന്നത്. വരും മാസങ്ങളിൽ രാജ്യവ്യാപകമായി ഈ പാസ്പോർട്ട് ലഭ്യത വ്യാപിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നു. 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇവർ വയസ്സ് തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കേണ്ടത്. കൂടാതെ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ മേൽവിലാസം നൽകുന്ന പതിവും ഈ വർഷം മുതൽ അവസാനിപ്പിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്.
സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇനി മുതൽ ഡിജിറ്റലായി ബാർകോഡ് രൂപത്തിൽ ഇത് രേഖപ്പെടുത്തും. പാസ്പോർട്ടിൽ നിന്നും മാതാപിതാക്കളുടെ പേരും ഒഴിവാക്കും. അനാവശ്യമായി സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് ഇതുവഴി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യത്യസ്ത തരം പാസ്പോർട്ടുകൾ വ്യത്യസ്ത തരം നിറങ്ങൾ നൽകാനും നീക്കമുണ്ട്. സാധാരണ പാസ്പോർട്ടുകൾക്ക് നീലനിറം, സർക്കാർ ഒഫീഷ്യലുകളുടേത് വെള്ളനിറം, നയതന്ത്ര പാസ്പോർട്ടിന് മെറൂൺ നിറം, താൽക്കാലിക പാസ്പോർട്ടിന് ചാരനിറം എന്നിങ്ങനെയായിരിക്കും നൽകുക. രാജ്യസുരക്ഷയും വ്യക്തിഗത സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാസ്പോർട്ടിൽ വരുത്തുന്ന ഇത്തരം മാറ്റങ്ങൾ ഗുണപരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.